Okay, mark your attendance, please. Mark your attendance, please. Okay, Navami. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ നിങ്ങളുടെ 4th ക്ലാസ്സിന്റെ ഏതെങ്കിലും വിഷയത്തിന്റെ ക്ലാസ്സിൽ കയറാത്ത കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അവര് റീസൺ കൊടുത്തിട്ടില്ല എങ്കിൽ, ഇൻഫോം ചെയ്തിട്ടില്ലാതെങ്കിൽ ലീവ് ചെയ്ത് സാറിന് ലീവ് കൊടുത്ത ശേഷം കയറാം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നേ? എൽസെൽന കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. ഓക്കെ, ബെനീറ്റ, ആവണി, എന്ത് പറ്റി? എല്ലാവരും വീഡിയോ ഓഫ് ആണല്ലോ. Okay, all of you take page number 126, sorry 220, page 216. Okay, chapter number 6, teeth and microbes. Chapter number 6, new chapter, teeth and microbes. Okay, നിങ്ങൾക്ക് പ്രൈസ് മിസ് കുറച്ച് എടുത്തിട്ടുണ്ടല്ലേ? എവിടെ വരെ എടുത്തത്? സ്ട്രക്ചർ ഓഫ് ടൂത്ത് വരെയൊക്കെ എടുത്തോ? എവിടെ വരെ എടുത്തത്? ഓക്കെ, ഓക്കെ, ദെൻ മിസ് മ്യൂട്ട് ചെയ്തിട്ടില്ല, പറയാം. ഓക്കെ, ഓക്കെ, നമുക്ക് ജസ്റ്റ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ. When a photographer asks us to say cheese, he actually wants us to smile. Clean and well-kept teeth make our smile beautiful. They give proper shape to our face. Teeth help us to speak clearly. They enable us to bite and chew food. This makes digestion easy. So our teeth are very important part of our body. Why teeth are important part of our body? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പല്ലുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ടീത്ത് ഗീവ് പ്രോപ്പർ ഷേപ്പ് ടു അവർ ഫേസ്. പല്ലിന്റെ ഷേപ്പിനനുസരിച്ചാണ് മുഖത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത് അല്ലേ? പല്ല് നന്നായാൽ പാതി നന്നായെന്ന് പറയും. ഓക്കെ, ടീത്ത് ഹെൽപ്പ് us to speak clearly. വ്യക്തമായി സംസാരിക്കണമെങ്കിൽ പല്ല് വേണം. അതുപോലെ തന്നെ ഇറ്റ് enable us to bite and chew food. It makes digestion easy. So ഇനി 2 sets of teeth. A newborn baby has no teeth. അല്ലേ? കുഞ്ഞു പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ? എൻ്റെ അത് പല്ലുണ്ടാവുമോ? പല്ലുണ്ടാവുമോ? കുഞ്ഞു വാവന്മാരെ കണ്ടിട്ടുണ്ടോ? A newborn baby has no teeth. She cuts her first tooth when she is at about 6 months old. അല്ലേ? 6 മാസം പ്രായമായി കഴിയുമ്പോഴാണ് ഇത് കുഞ്ഞിന് പല്ല് വരുന്നത്. By the time she is 2.5 years old, she has 20 teeth. How many teeth? 20 teeth. മിസ്സിനോട് പറഞ്ഞേ, ആക്റ്റീവ് ക്ലാസ്സിലിരുന്നേ, പറയുന്നതിന് ഉത്തരം പറയണം കേട്ടോ. And these are called milk teeth or temporary teeth. നിങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളതല്ലേ? അല്ല അല്ലനെ അല്ലേ? സന, turn on your video. Shan, sit properly. Okay, between the age of 6 and 12, the milk teeth fall out one by one and new one grows in their place. This new sets consist of 32 teeth, 16 in the upper jaw and 16 in the lower jaw. Latecomers, please mark at attendance. Okay, അപ്പോൾ നോക്കുക, between the 6 and 12, നിങ്ങൾക്ക് എത്ര വയസ്സായി? എത്ര പല്ല് പോയി? നിങ്ങളുടെ പല്ല് പോയിക്കൊണ്ടിരിപ്പില്ലേ? ഒന്ന് കണ്ണാടിന്റെ മുമ്പിൽ പോയി നോക്കണേ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പെർമനന്റ് ടീത്തും എത്ര ടെമ്പററി, അതായത് മിൽക്ക് ടീത്ത് ഉണ്ട്, ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പ്രായം അതല്ലേ? പല്ല് പൊഴിഞ്ഞു പോകുന്ന പ്രായമല്ലേ? അപ്പൊ നോക്കുക. ഓക്കെ,
They are called permanent teeth. അതായത് ടെമ്പററി ടീത്ത് പോയ ശേഷം വരുന്നതാണ് പെർമനന്റ് ടീത്ത്. ആ ടീത്ത് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പുതിയ ആൾ കെളുത്ത് വരില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. Okay, because teeth give proper shape to our face. Teeth help us to speak clearly. It enable us to bite and chew food, and this make digestion easy. So ഇത്രയും ജോലികൾ നമ്മുടെ പല്ല് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പല്ല് എപ്പോഴും വളരെ ശ്രദ്ധയോടെ കൂടി സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ്. ഇനി നെക്സ്റ്റ് ഈസ് കൈൻഡ്സ് ഓഫ് ടീത്ത്. ഇവിടെയൊക്കെ എടുത്തല്ലേ മിസ്? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇൻസിസേഴ്സ് ഓർ കട്ടിംഗ് ടീത്ത്. അല്ലേ? The four chisel-shaped teeth at the front of each jaw are incisors. We use them to cut and bite food. അല്ലേ? അല്ലേ? ഈ ഇൻസൈസേഴ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ട് ആൻഡ് ബൈറ്റ് ഫുഡ്. കട്ട് ആൻഡ് ബൈറ്റ് ഫുഡ്. മുഹമ്മദ് സിയാദ്. ഓക്കെ, cut and bite food. Okay, then next one is caries or tearing teeth. On either side of cutting teeth is a sharp tooth. This caries which we use to tear piece of wood. Like കടിച്ചു വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ? canines എന്ന് പറയും. Next one is premolars. Premolars or cracking teeth. These are four premolars in. There are four premolars in each jaw. These are the broad teeth next to the canines. They act like nutcrackers. They are meant for crushing food. കണ്ടോ, ഓരോ പല്ലിനും ഓരോ പ്രത്യേക ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പ് അവരുടെ ജോലി ചെയ്യാൻ അവരെ സഹായിക്കും. അല്ലാതെ വെറുതെ ഇങ്ങനെ പിന്നെ സൃഷ്ടിച്ചാക്ക് വെറുതെ രസം തോന്നി എന്നാൽ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് ഷാർപ്പായിട്ട് ഇരിക്കട്ടെ, കുറച്ച് ബ്രോഡായിട്ട് ഇരിക്കട്ടെ, കുറച്ച് തടിയനായിരിക്കട്ടെ, കുറച്ച് മെലിഞ്ഞിരിക്കട്ടെ എന്ന് ഓർത്തിട്ടൊന്നും അല്ല നമ്മുടെ പല്ലുകളെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എന്തിനാണ്? ഓരോന്നിനും they have their own duties. ഓക്കെ, ഓരോ പല്ലുകൾക്കും അവരുടേതായ ജോലികളുണ്ട്. അവരുടെ വായിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് സുന്ദരക്കുട്ടപ്പന്മാരായി ചിരിച്ചോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. they have their own duties. So their shapes will help them to do their duties. അവരുടെ ആ ഷേപ്പ് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അവർക്ക് ആ പല്ല് ഓരോ പല്ലിനും ഒരേ ഷേപ്പ് ആണെങ്കിൽ ഈ പറയുന്ന ടിയറിങ്ങും കട്ടിങ്ങും ഒന്നും നടക്കൂല. ഓക്കെ, ഷഹ്മ മോളെ ഇത് പിന്നെ വീഡിയോ ഓൺ ചെയ്തേ. ആൻജോ only 23 മനസ്സിലായാലോ? ഓക്കെ, സോ premolars or cracking teeth. Okay, there are four premolars in each jaw. These are broad teeth next to the can. They act like nutcrackers. They are meant for crushing food. കണ്ടോ, ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇൻസിസേഴ്സ്, കാനീസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. കണ്ടോ, ഓരോന്ന് ചിത്രവും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് കണ്ടോ? കട്ട് ചെയ്യും, കത്രി സിസേഴ്സിന്റെ പണി ചെയ്യും. കാനീസ് ഫോർക്കിന്റെ പണിയും കുത്തിയെടുക്കുന്നത്. അടുത്ത കണ്ടോ, നല്ല പൊട്ടിക്കുന്നത് അല്ലേ? നടുക്കട്ടില്ലേ, കണ്ടില്ല, അടയ്ക്കൊക്കെ ഞെക്കി പൊട്ടിക്കുന്ന കണ്ടില്ലേ? ക്രാക്ക് ചെയ്യുന്ന കണ്ടില്ലേ? ആ പണി ചെയ്യും. പിന്നെ മറ്റേത് ഗ്രൈൻഡറിന്റെ പണി, ചെറിയ നമ്മുടെ കൈ ഈ എന്താ പറയുക, കൈ വലിയ ചെറിയ ഉരലിന്റെ പണിയെടുക്കും, ഇടിച്ചു പൊട്ടിക്കും. അപ്പൊ അത്രയും നമ്മളീ കാണുന്ന നമ്മുടെ കുഞ്ഞിക്ക സാധനങ്ങളുണ്ടല്ലോ, കാണുന്ന പോലെ അത്ര ഇതൊന്നും അല്ല. അവർ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അവർക്ക് അവരുടേതായ ജോലിയുണ്ട്. എന്താ നിങ്ങളുടെ ജോലി? എന്താ നിങ്ങളുടെ ജോലി? എന്തേമി, എന്താ നിങ്ങളുടെ ജോലി? ആസ് എ സ്റ്റുഡന്റ്, വാട്ട്സ് യുവർ ഡ്യൂട്ടി? അൺമ്യൂട്ട് ചെയ്ത ഏമി. ഏമി ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ട്. കേൾക്കുന്നുണ്ടോ ഏമി മിസ് പറയുന്നേ? ഏമി എന്താവോ? ഏമിയുടെ ഡ്യൂട്ടി എന്നാ? ഇപ്പത്തെ മെയിൻ ഡ്യൂട്ടി, ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. മെയിൻ ഡ്യൂട്ടി എന്താ ആസ് എ സ്റ്റുഡന്റ്? പഠിക്കാൻ എന്തൊക്കെ വേണം? ഒരുപാട് കാര്യം. എഴുതാൻ കൈ വേണം. എഴുതാൻ കൈ വേണം. പിന്നെ വായും കൊണ്ട് വായിക്കാൻ പറ്റും. വായിക്കാൻ പറ്റും. ചെവിയും കൊണ്ട് കേൾക്കാൻ പറ്റും.
ഓക്കെ, ഫൈവ് സെൻസ് ഓർഗൻസും നമ്മുടെ ഹാൻഡ്സും എല്ലാം വേണം അല്ലേ, ഓർഗൻസ് ഒക്കെ വേണം. പക്ഷെ ഫസ്റ്റ് ആയിട്ട് എന്താ വേണ്ട, ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താ പഠിക്കാൻ? ഇതെല്ലാം വേണം, പക്ഷെ പ്രൈമറി തിങ് എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിഹാര, സിറ്റ് പ്രോപ്പർലി. 25 ആയതേയുള്ളൂ, ഇനി കൊണ്ടുള്ള കുട്ടികൾ വരാൻ. ബ്രെയിൻ വേണം. ഓക്കെ, ബ്രെയിൻ ഓക്കെ നമ്മുടെ ഓർഗൻ ആണ്, ഓക്കെ ബോഡി പാർട്സ് ആണ്. അല്ലാതെ എന്താ വേണ്ടേ? ചിന്തിക്കേ, തിങ്ക്. സഫ എന്തോ പറയാനായിട്ടുണ്ട്. സഫ പറഞ്ഞേ, അൺമ്യൂട്ട് സഫ. കിട്ടുന്നില്ല, അൺമ്യൂട്ട് ചെയ്തേ മോളെ. അലൻ മാത്യു റെഡി ആയിട്ടുണ്ട്. എന്താ അലൻ മാത്യു വേണ്ടേ? മിസ് ഉദ്ദേശിച്ച ഉത്തരം ആരാ പറയുന്നത് നോക്കട്ടെ. അലൻ മാത്യു മോനെ. ടീത്തിലൂടെ ഭക്ഷണം അരച്ച് കഴിച്ചാലേ പഠിക്കാനുള്ള ഇത് കിട്ടുള്ളൂ. ഓക്കെ സമ്മതിച്ചു. എന്നിട്ട് മിസ് ഉദ്ദേശിച്ച ഉത്തരത്തിനടുത്ത് എത്തിയില്ല. മിസ് പറയട്ടെ ആരാണ് അലൻ? കൈ പൊക്കിട്ടുണ്ട്. എന്താ അലനെ? അൺമ്യൂട്ട് ചെയ്തേ. എനർജി വേണം. ഓക്കെ, ഭക്ഷണം കഴിക്കുന്നതിലൂടെ എനർജി കിട്ടും. ഓക്കെ, ജൊഹാന അൺമ്യൂട്ട് ചെയ്ത മോളെ. മിസ്സിന് കേൾക്കണില്ല. ഐ കാൻ ഹിയർ യു പ്രോപ്പർലി. എന്നാ മിസ് ഉത്തരം പറയട്ടെ. റെഡിയാണോ? കേട്ട് കഴിയുമ്പം പറയല്ല, അയ്യോ ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നു എന്ന്. ഹാർട്ട്. ഓക്കെ, പറയരുതേ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ മൈൻഡ് ടു സ്റ്റഡി അല്ലേ? പഠിക്കാനുള്ള ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടായിട്ടേ വേറെ എന്തും കിട്ടിയിട്ട് കാര്യമുള്ളൂ. നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടെങ്കിൽ നമുക്ക് ബുക്ക് കിട്ടി, പേന കിട്ടി, എല്ലാം കിട്ടിയിട്ടും കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വേണ്ടേ? പഠിക്കാനുള്ള ഒരാഗ്രഹമാണ് വേണ്ടത്. ഇസ് ദാറ്റ്? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. ആ കൊച്ചിനെ കേൾക്കാത്തായിരിക്കും അല്ലെ? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നില്ല മോളെ? ആൻജോ, ടേൺ ഓൺ യുവർ വീഡിയോ. പ്രസന്റ് മിസ് ആരാണത്? ആൻജോ, ടേൺ ഓൺ യുവർ വീഡിയോ. സഫ, ക്യാൻ യു ഹിയർ മീ? സഫ, അത് കണക്ഷൻ പോയോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഹസന, ക്യാൻ യു ഹിയർ മീ? Hasina Sherin, can you hear me? Show me your thumb. Unmute ചെയ്തേ. Yes, miss. Then unmute the Shahmavi, turn on your video. Okay, then മിസ് പറഞ്ഞു വന്നത്, ആദ്യമായിട്ട് നമുക്ക് എന്താ വേണ്ടേ? എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ്, നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് വേണം അല്ലേ? എന്തും ചെയ്യാനുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് വേണം. ഞാൻ ഇത് പഠിക്കും, ഇത്ര പഠിച്ചിട്ടേ ഞാൻ ഇവിടെ എണീക്കുകയുള്ളൂ. ബാക്കി എന്ത് സൗകര്യം ഉണ്ടായാലും മക്കളെ കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വീടിനെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് മൈൻഡ്. ഓക്കെ, അതാണ് ആവശ്യം, എസ്പെഷ്യലി പഠിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പല പ്രലോഭനം ഉണ്ടാവും അല്ലേ? മൊബൈലിൽ വിളിക്കുന്നുണ്ടാവും, അവിടുന്ന് സിനിമ TV-യിലെ പ്രോഗ്രാം ഉണ്ടാവും, അല്ലെ ഫ്രണ്ട്സ് കളിക്കാൻ വിളിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഇനി പരീക്ഷയാണ്, ഞാൻ പഠിച്ച് ഇത്രയും പോർഷൻ ഇന്ന് ഞാൻ തീർത്തിട്ട് എണീക്കൂ എന്നൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ചെയ്ത് അത് നടപ്പാക്കാനുള്ള ഒരു സ്ട്രോങ് മൈൻഡ് വേണം. മിസ് പറഞ്ഞ ക്ലിയർ ആണോ? ശരിയാണോ? നമ്മളെപ്പോഴും പറയും നമുക്ക് മൂഡില്ല എന്ന് പറയും അല്ലേ? പഠിക്കാനൊരു മൂഡില്ല എന്ന് പറയും. എന്തുകൊണ്ടാ മൂടില്ലാത്തെ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണല്ലേ? സോ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. Next, molars or grinding teeth. There are 6 molars in each jaw. They are broader than the premolars and have broad upper surface to grind. Connection പോകുന്നുണ്ടല്ലോ വീഡിയോസ്. Okay, then
The structure of a tooth is the structure of a tooth. A tooth has 3 parts. First one is crown, neck, and the root. Okay, the tooth has 3 parts: crown, the neck, and the root. The crown is seen above the gum. The root remains inside the gum. മനസ്സിലായോ മിസ്? നെക്സ്റ്റ് ചാപ്റ്ററിൽ എന്റെ ചിത്രം കിട്ടുമെങ്കിൽ എടുത്തു വെക്കാം. ഇപ്പോൾ സമയമില്ലായിരുന്നു എടുക്കാം കേട്ടോ. A tooth has 3 parts. First, നിങ്ങൾ ആ ചിത്രം നോക്കിക്കേ. Page 6.3. Look at that picture. First one, no, crown. First one is crown. Okay. ഇത് ഔട്ടർ ലെയർ ഇനാമൽ എന്ന് പറയും. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടാണത്. നമ്മൾ നല്ല എന്താ പറയുക, ചിക്കൻ പീസൊക്കെ പിടിച്ച് അല്ലേ കടിച്ച് വലിക്കും. പിന്നെ എന്താ പറയണ്ടേ, കടല അങ്ങനെ സ്ട്രോങ് സാധനങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇതിന്റെ ഏറ്റവും നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സാധനമാണ് ഈ പല്ലിന്റെ ഏറ്റവും പുറത്തെ ഇനാമൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിന് ക്രൗൺ ആണ്, നെക്ക് ആണ്, റൂട്ടാണ്. ചിത്രം നോക്കിക്കേ. ക്രൗൺ, നെക്ക് അല്ലേ, ആൻഡ് റൂട്ട്. ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. The outer layer of tooth is very hard. It is called enamel. What is that? Alan Matthew, what is that? Alan, listen here. Alan Matthew, listen here. The outer cover of tooth is very hard. It is called enamel. What is that? Enamel. Enamel is the hardest substance in our body. Okay. Below it lies dentine. It is also quite hard. Inside the dentine is the pulp. This is soft and has blood vessels and nerves. അല്ലേ? പല്ലിന് കേടായിട്ടൊക്കെ പോയത് എന്ത് പറയും? എന്താ പറയുന്നത്? പല്ലിന് മോട്ടയുണ്ടായി എന്ന് പറയും അല്ലേ? നമ്മള് ഫാത്തിമ എന്ത് പറ്റി? എന്താ ഫാത്തിമ ഷഹ്മക്കെ എന്ത് പറ്റി? വാട്ട്സ് യുവർ പ്രോബ്ലം? ഷഹ്മക്കെ അൺമ്യൂട്ട് ചെയ്തേ. ഷഹ്മക്കെ അൺമ്യൂട്ട് യുവർ സെൽഫ്. എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല, ഒരു ഇരുട്ട് മാത്രമാണ് കാണുന്നത്. ഒന്നെങ്കിൽ വെളിച്ചത്തോട്ടിരിക്കേ. ലൈറ്റ് ഇട് റൂമിലെ, നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് വരുന്ന രീതിയിലുള്ള. ഓക്കെ. The outer cover of a tooth is very hard. It is enamel. Enamel is the hardest substance in our body. Below it lies the dentine. This is also quite hard. Inside the dentine is pulp. This is soft and has blood vessels and nerves. The nerves are connected to the gum through a hole in the root. കണ്ടോ? അത് നമ്മളുടെ ഗം എന്താണ്? മോണ അല്ലേ? മോണയ്ക്ക് അതെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴാണ് ബ്ലഡ് ഒക്കെ വരിക. പക്ഷെ പല്ലിന് എന്തായാലും കറുത്തിരിക്കുള്ളൂ അല്ലേ? അറിയത്തില്ലേ? പല്ലുവേദന വന്നിട്ടുണ്ടോ? അതിന് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് കെയർ ഓഫ് ടീത്ത്. If we take good care of our teeth, we can save them from decaying. What is mean by decaying? ചീഞ്ഞു പോവുക, കേടായി പോവാന്നൊക്കെ അർത്ഥം അല്ലേ? ചീഞ്ഞു പോവുക അല്ലെങ്കിൽ കേടായി പോവാന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ പല്ലുകളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്ത് പറ്റും? ഡീക്കേയിങ് സംഭവിക്കും. ദാറ്റ് മീൻസ് അവർക്ക് കേടുകൾ സംഭവിക്കും. പല്ലുവേദനയൊക്കെ വന്നാൽ സഹിക്കാൻ പറ്റില്ല. അതിന് ഭേദം പല്ലിന് കേട് വരാതെ നോക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനെന്തൊക്കെ ചെയ്യാം? എന്തൊക്കെയാണ് ഇനി പല്ലുവേദനയ്ക്ക് കാരണം? Bits of food that remain stuck to the teeth can cause growth of bacteria. അതാണ് പ്രശ്നം. എന്താണ്? ബിറ്റ്സ് ഓഫ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചെറിയ ഒരു ഭാഗം മതി, അത് നമ്മളുടെ പല്ലിനിടയ്ക്ക് കുടുങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്ടീരിയയെ വളർത്തും. ഓക്കെ. ഇങ്ങനെ ഈ ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ അത് നമ്മുടെ പല്ല് കേടാകാൻ കാരണമാകും.
നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തു, ചായ കുടിക്കും, അല്ലെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അന്നേരം ശരിയാ പല്ല് തേച്ചിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ ചോക്ലേറ്റ് തിന്ന പരിപാടിയുണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാൽ നമ്മൾ അതങ്ങനെ തിന്നും അല്ലേ. തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ പല്ല് തേക്കുന്ന പരിപാടി ഉണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ അന്നേരം ഒന്നും ചെയ്യല. പക്ഷെ അന്നേരപ്പോഴും നമ്മൾ ചെയ്യണം. എപ്പോഴും ബ്രഷ് ഇട്ട് കഴുകുന്നില്ല എങ്കിലും നന്നായിട്ട് വായ കഴുകി കളയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നോ, നിങ്ങള് ചെറുപ്രായത്തിൽ തന്നെ അപ്പൂപ്പന്മാരാവും. പല്ലെല്ലാം പൊഴിഞ്ഞ് വെപ്പുവല്ലൊക്കെ വെക്കേണ്ട വരും. വെപ്പുവല്ലൊക്കെ വെച്ചാല് നമ്മളുടെ ഇപ്പോഴത്തെ സൗന്ദര്യം അന്നേരം ഉണ്ടാവത്തില്ല. കേട്ടോ നിഹാര? നിഹാര ഉറങ്ങിപ്പോയോ? നിഹാര, നിഹാര അൺമ്യൂട്ട്. നിഹാര അൺമ്യൂട്ട്. കേൾക്കുന്നുണ്ടോ? അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, ലിസൺ. ഓക്കെ, ദെൻ അപ്പോൾ എല്ലാം ഈ ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ വായ കഴുകണം. എന്തുകൊണ്ടാണ്? the presence of small bits of food will cause decay to our teeth. Clear? If we take good care of our teeth, we can save them from decaying. Bits of food that remain stuck to the teeth can cause growth of bacteria. Bacteria first attack the enamel and from a sticky coating called plaque. Okay, bacteria ആദ്യം എന്ത് ചെയ്യുന്നതാണ്? ഇനാമലിനാണ്. നമ്മളെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസാ. എന്നിട്ടും അതിനെ കാരണം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതിനെ പോലും അതിന് എന്ത് പറ്റും? തുളച്ച് കയറാൻ പറ്റും. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ കുഞ്ഞിക്ക ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലാണ്, മൈക്രോബ്സ് ആണ്. അതിനെക്കുറിച്ച് മിസ് പറഞ്ഞുതരാം എന്താണ് അത്. നമ്മുടെ ഈ ഏറ്റവും സ്ട്രോങ്ങസ്റ്റിനെ തുളച്ച് കയറുമ്പോൾ അവന്റെ ശക്തി കുറഞ്ഞതുമില്ലതാണോ? നമ്മൾ ഓർക്കും കണ്ണിൽ കാണാൻ പറ്റാത്ത ഈ കുഞ്ഞൻ എന്ത് ചെയ്യാനാന്നല്ലേ. പല്ലുവേദന വന്നു കഴിയുമ്പോൾ മനസ്സിലാവും എന്താ ചെയ്യാൻ പറ്റാന്ന്. അതിൽ പേരം വരാതെ നോക്കുന്ന നല്ലല്ലേ. ഓക്കെ, then they attack dentine and finally the pulp. അങ്ങനെ ആദ്യം നമ്മുടെ ഇനാമലിനെ പൊട്ടിച്ചു, തുഴഞ്ഞത് കൂടി അവസാനം നമ്മുടെ ആ ഉൾഭാഗത്തേക്ക് കയറി വരും. അപ്പൊ വേദനയാകും, പഴുപ്പാകും, ഇൻഫെക്ഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുകൊണ്ടിരിക്കും. When the bacteria reach the nerves with the pulp, they cause pain. എപ്പോഴാണ് നമുക്ക് പല്ലുവേദന വരുന്നത്? പല്ലിന് വേദന വരുന്നത് എപ്പോഴാ? When they attack dentine and finally pulp, when bacteria reaches a nerve with the pulp, they cause pain. Nerves, ഞരമ്പുകളിൽ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. The tooth decay result bad breath, cavities, toothache, bleeding gum and indigestion. കണ്ടോ, ഇത്രയും പ്രോബ്ലംസ് ഒരു പല്ല് കേടാവുന്നത് നമ്മൾ അറിയില്ല. വേദന വന്നു കഴിയുമ്പോൾ നമുക്ക് പലർക്കും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും. എന്താ? അപ്പം പറയും ഗ്യാസാ, അല്ലെ അത് തിന്നിട്ടാ ഇത് തിന്നിട്ടാന്നൊക്കെ പറയും. പക്ഷെ ഒരു മെയിൻ റീസൺ ഫോർ സ്റ്റൊമക് ഏക്ക് ഈസ് ബാഡ് ടീത്ത്. കാരണം ബാഡ് ടീത്ത് എന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ വന്ന പല്ലാണത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ, ആ ബാക്ടീരിയ എല്ലാം കൂടെയാണ് നമ്മുടെ വയറ്റിലേക്ക് വിടുന്നത്. ഓക്കെ, നമ്മൾ അറിയാതെ പല്ലിന്റെ കേടിന്റെ ഭാഗങ്ങളും ബ്ലഡും അതും ഇതും എല്ലാം കൂടെ നമ്മൾ ടേസ്റ്റി ആയിട്ട് ചവച്ചരച്ചങ്ങ് വിടും. നമ്മൾ പുറമേന്ന് കാണുമ്പോൾ നമ്മളത് കഴിക്കില്ല, നമുക്ക് അറപ്പ് വരുമല്ലേ. ആ സമയത്ത് ഇത് വായ്ക്കുള്ളിൽ നടക്കുന്നതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ വായയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പല്ല് കേടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ചവയ്ക്കുമ്പോൾ ആ കേടിന്റെ അത് നമുക്ക് വേദന തുടങ്ങിയില്ല എങ്കിൽ പോലും അതിനു മുമ്പ് ചെറിയ തോതിലുള്ള മോശമായ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. ബ്ലഡും പഴുപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതെല്ലാം കൂടെ ചവച്ചരച്ചാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പൊ പിന്നെ വയറുവേദന വരാതിരിക്കുവോ? അവിടെ പല്ല് വേദന തുടങ്ങുമ്പോഴേ എന്ത് ചെയ്തിരിക്കണം? ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചവച്ചരച്ച് നമുക്ക് വയറുവേദന ആദ്യം വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും മോശമായ വസ്തുവിനെ കണ്ടാൽ നമ്മൾ കഴിക്കില്ല, പക്ഷെ കാണാത്തപ്പോൾ നമ്മൾ കഴിക്കും. അതാണ് പല്ല് കേടായിരിക്കുന്നവരുടെ മെയിൻ പ്രശ്നം. ദാറ്റ് കോസ് ബാഡ് ടീത്ത്. സംസാരിക്കുമ്പോൾ മോശം മണം വരും. എന്തുകൊണ്ടാ? ഉള്ളിലിരുന്ന് ചീഞ്ഞോണ്ടിരിക്കല്ലേ. നമ്മൾ എവിടെയെങ്കിലും എലി ചത്ത് കിടന്നാൽ പറയും മണക്കുന്നെന്ന് പറയും അല്ലേ. നമ്മുടെ മൂക്കിൽ വേഗം കിട്ടും മണമെന്ന്. പക്ഷെ നമ്മുടെ പല്ലൊക്കെ കേടായി നിന്നാൽ നമുക്ക് മണം വരില്ല. നമ്മളെ കേൾക്കുന്നവർക്ക് ആ മണം വരിക. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ടും വരാം. അതിലൊന്ന്
ബാഡ് ടീത്ത് ആണ്. കാവിറ്റീസ് മീൻസ് അല്ല ഹോൾസ് വരും, ഉണ്ടോ? ചെറിയ ഓട്ടകൾ വരും. എന്നിട്ട് ഓട്ടയ്ക്കുള്ളിൽ ഭക്ഷണം അടിഞ്ഞിരിക്കും. ആ അടിഞ്ഞിരിക്കുന്ന ഭക്ഷണത്തിനുള്ളിൽ ബാക്ടീരിയ വളരും. ആൻഡ് ടൂത്തേക്ക്, അങ്ങനെ നമുക്ക് പല്ലുവേദന വരും. ബ്ലീഡിങ് ഗംസ് അല്ലെ, ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ, രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പേസ്റ്റ് തുപ്പിക്കളയുമ്പോൾ അതിനകത്ത് ബ്ലഡിന്റെ അംശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങളുടെ ബ്രഷ് ആദ്യം മാറ്റണം, അല്ലെ നിങ്ങളുടെ പല്ല് ചെക്ക് ചെയ്തിരിക്കണം. അത് പല്ലുവേദന, പല്ല് ഡീക്കേയുടെ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ. ആൻഡ് ഇൻഡൈജഷൻ, ദഹനക്കുറവ് വരും. ദഹനക്കുറവ് വന്നാൽ ഒരുപാട് പ്രശ്നം വരും. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്തത് കാൽസ്യം. നെക്സ്റ്റ് ഈസ് കാൽസ്യം ആൻഡ് വിറ്റാമിൻ സി ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്തി ടീത്ത് ആൻഡ് ഗംസ്. കണ്ടോ, വെറുതെ നമ്മൾ കുറെ ചോക്ലേറ്റും ഐസ്ക്രീമും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒന്നും അടിച്ചു കയറ്റിയാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കാൻ. ഹെൽത്തി ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ. ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിലേ മിസ് നേരത്തെ പറഞ്ഞ പോലെ പഠിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മൂഡ് നമുക്ക് വരുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യണം? കാൽസ്യം, വിറ്റാമിൻ സി ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കാൽസ്യം ആൻഡ് വിറ്റാമിൻ സി ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി ടീത്ത് ആൻഡ് ഗംസ്. ഫുഡ്സ് ലൈക്ക് മിൽക്ക്, എഗ്സ്, ചീസ്, കോട്ടേജ് ചീസ് ആൻഡ് റിച്ച് സോഴ്സ് ഓഫ് കാൽസ്യം. എന്തൊക്കെ കഴിച്ചാലാ കാൽസ്യം കിട്ടുക നമുക്ക്? എന്തൊക്കെ കഴിച്ചാലാ കിട്ടുക? ഉണ്ടോ? മിൽക്ക്, എഗ്, ചീസ്, കോട്ടേജ് ചീസ് ആൻഡ് ഇതൊക്കെയാണ് മെയിൻ ഫുഡ് ഉള്ളത്. പിന്നെ വിറ്റാമിൻ സി നമ്മുടെ നെല്ലിക്കയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ? ഈസ് പ്രസന്റ് ഇൻ ഓറഞ്ച്, ഗുവ, പപ്പായ, ടൊമാറ്റോ ആൻഡ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾ ലൈക്ക് സ്പിനാച്ച് ആൻഡ് കാബേജ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ. ഒരു നെല്ലിക്ക തിന്നാൽ തന്നെ ആയി അല്ലേ? വിറ്റാമിൻ സി യുടെ പിന്നെ സോഴ്സ് തന്നെ, ഉറവിടം തന്നെയാണ് ഒരു നെല്ലിക്ക. നെല്ലിക്ക ആരും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ആ സമയത്ത് ചോക്ലേറ്റ് ആണെങ്കിൽ അല്ലേ എത്ര വേണേലും തിന്നോളും, ഐസ്ക്രീം ആണെങ്കിൽ എത്ര വേണേലും തിന്നോളും. പക്ഷെ ഒരു നെല്ലിക്ക തിന്നാൻ നമുക്ക് മടിയാ. ഓ, നെല്ലിക്കയ്ക്ക് അപ്പടി ചാവാർപ്പാ അല്ലേ? എപ്പോഴും പറയും, നാവിന് രുചിയുള്ളത് ശരീരത്തിന് പിടിക്കൂല. നാവിന് എപ്പോഴും മധുരത്തിനോടും അല്ലേ, പിന്നെ ഇപ്പത്തെ നമ്മുടെ പിന്നെ ബർഗർ, എന്താണ് കുറെ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് പിന്നെ കറുമുറ തിന്നാൻ കിട്ടുന്നേ. നാവിനെപ്പോഴും അതാണ് രസം അല്ലേ? പക്ഷെ ശരീരത്തിന് അത് ഇഷ്ടപ്പെടില്ല. കേട്ടോ ജോയല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ആരും കടയിൽ നിന്നും ഒക്കെ കാണുന്ന സാധനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇടയ്ക്കിടയ്ക്ക് തിന്ന് പല്ലും വായും വയറും ഒന്നും കേടാക്കണ്ട കേട്ടോ. എപ്പോഴും ഹെൽത്തി ആയ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ആരോഗ്യത്തോടെ വളരുന്നത്. ക്ലിയർ? ഓക്കെ. ഓക്കെ. ദെൻ ടിപ്സ് ഫോർ കീപ്പിംഗ് ടീത്ത് ഹെൽത്തി. ഇനി ഇതൊക്കെ പറഞ്ഞു. ഇനി ഹൗ ക്യാൻ വി കീപ് അവർ ടീത്ത് ഹെൽത്തി? ഹൗ ക്യാൻ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ. ബ്രഷ് യുവർ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് എവറി നൈറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ് അല്ലേ? രാവിലെ എണീക്കുമ്പോഴേ ബ്രഷ് ചെയ്യുക, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും ബ്രഷ് ചെയ്യുക. നമ്മൾ അധികം പേര് രാവിലെ മാത്രമേ ബ്രഷ് ചെയ്യുള്ളൂ അല്ലേ? എന്തിനാ? അമ്മ വഴക്ക് പറയും അല്ലേ, കാണാൻ രസമില്ല, വായ മണക്കുന്നു ഒക്കെ പറയുമ്പോൾ പോയിട്ട് പല്ല് തേക്കും. പക്ഷെ ഇതിന്റെ യഥാർത്ഥ സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത് എല്ലാ ഭക്ഷണവും കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ബ്രഷ് ചെയ്താൽ ഇതിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. കാരണം നമ്മുടെ വായിലെ എല്ലാ വേസ്റ്റ് നീക്കിയ ശേഷമാണ് നമ്മൾ കിടക്കുന്ന പോലെ അണുക്കൾ എങ്ങനെയാ വളരുക? രാവിലെ എണീറ്റ് നമ്മൾ കളയുന്ന എന്തിനാണ്? രാത്രിയിൽ നമ്മുടെ പിന്നെ വായിൽ വളർന്ന അണുക്കളെയാണ് രാവിലെ എണീറ്റ് കളയുന്നത്. ഇൻ കേസ് അണുക്കൾ വളർന്നില്ലല്ലോ, അണുക്കൾ വളർന്നില്ലെങ്കിൽ പിന്നെ കളയേണ്ട കാര്യമുണ്ടോ? നമ്മൾ രാത്രിയിൽ നന്നായി ബ്രഷ് ചെയ്തിട്ട് കിടക്കാൻ നേരത്ത് പാല് കുടിച്ചാൽ പോലും അതിനുശേഷം ബ്രഷ് ചെയ്യണം. ശേഷം നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ വളരുന്ന അണുക്കളുടെ അളവ് തീരെ കുറവായിരിക്കും. രാവിലെയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ 100% ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ രാത്രി തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതെന്തായാലും ചെയ്തിരിക്കണം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു മൂവ് യുവർ ബ്രഷ് ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. കണ്ടോ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പല്ല് തേക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? വെറുതെ വാഷ് ഇങ്ങനെ ഒരച്ചാൽ മതിയോ? തുപ്പിയാൽ മതിയോ? പോരാ, മുകളിലേക്കും താഴേക്കും ബ്രഷ് ചലിക്കണം. കാരണം നമ്മുടെ പല്ലിന്റെ ഗമ്മിന്റെ ഷേപ്പ് എങ്ങനെയാ? മുകളിലൊരു യു പോലല്ലേ ഗമ്മുള്ളേ. അപ്പൊ അതിനകത്ത് ഭക്ഷണം അഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ബ്രഷ് ശരിക്കും അപ്വേർഡ്, മുകളോട്ടും താഴോട്ടും ചലിച്ചിരിക്കണം. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ. ഓക്കെ, മുകളിലേക്കും താഴേക്കും കൂടെ ചലിച്ചിരിക്കണം. ദാറ്റ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ബ്രഷ് മൂവ് ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. യൂസ് ഡെന്റൽ ഫ്ലോസ് ടു ക്ലീൻ ബിറ്റ്വീൻ ദി ടൂത്ത്. എന്താ മക്കളെ ഡെന്റൽ ഫ്ലോസ്? ഈ പിന്നെ
എന്താ ചെറിയ ത്രെഡ്, ആ ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് പല്ലിന്റെ ഈ 2 പല്ലിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ആ ചെറിയ നൂല്, നമ്മുടെ ഡ്രസ്സ് തയ്ക്കുന്ന നൂല് മതി, അല്ലെ കുറച്ച് കട്ടി കൂടിയ നൂല് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞാല് സിൽക്ക് ത്രെഡ് യൂസ് ഫോർ ക്ലീനിങ് ബിറ്റ്വീൻ ദ ടീത്ത് ആണ്. സിൽക്ക് ത്രെഡ് ആണ്. അത് ഉപയോഗിച്ച് അത്രയും ത്രെഡ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സാധനമില്ല. അപ്പൊ എന്തായാലും നമ്മൾ 2 പല്ലിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് അതിങ്ങനെ കടത്തി വിട്ടിട്ട് അതിനെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണത്. അത് ചെയ്താൽ ഒട്ടും വേസ്റ്റ് അതിന്റെ ഉള്ളിൽ അടഞ്ഞിരിക്കില്ല. Wash your mouth after every meal. That is a very important. Wash your mouth every meal. അല്ലാതെ കുറച്ച് ചോക്ലേറ്റ് തിന്നു, അവിടെ കടിച്ചു പറിച്ചിട്ടു, ഇവിടെ കടിച്ചിട്ടു, പിന്നെ പൊട്ടിച്ചു, അങ്ങനല്ല. ചോക്ലേറ്റാ തിന്നെങ്കിൽ എന്താ തിന്നാലും വായ കഴുകുക അത്യാവശ്യമാണ്. ഓക്കെ, ആരാധ്യ ഒക്കെ പോകുന്നുണ്ടല്ലോ. ടേൺ ഓൺ യുവർ വീഡിയോ. ആരാധ്യ, ആൻജോ, ജൂലിയറ്റ്. Okay, wash your mouth after every meal. Do not have too many sweets or colas. കണ്ടോ, മെയിൻ പ്രശ്നം അധികം മധുരവും ഈ കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ കുറെ ലിക്വിഡ്സ് ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടെ. നമ്മൾക്കാർക്ക് സാധാരണ വെള്ളം കുടിക്കാനും നാരങ്ങ വെള്ളം കുടിക്കാനൊന്നും ഇഷ്ടമല്ല അല്ലെ. നമുക്ക് എന്താ വേണ്ടേ? പെപ്സി, കൊക്കക്കോള, പിന്നെ എന്താണോ തംസപ്പ്, പിന്നെ 7up, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. പേര് പറയുമ്പോ എന്തായാലും ഗുമ്മുള്ള. നോർമൽ വാട്ടർ പറയുമ്പോ ഒരു രസമില്ല അല്ലെ. വാട്ടർ, വെള്ളം കുടിച്ചു. ഞാനിന്ന് പെപ്സിയാ കുടിച്ചത്, ഞാൻ കൊക്കക്കോളയാ, പിന്നെ എന്നെ കുറെ പേരുണ്ടല്ലോ മിസ്സിന് ഓർമ്മയില്ലാത്തതൊന്നും അല്ലെ. നല്ല മഞ്ഞയും ചുമപ്പും പിന്നെ എന്തൊക്കെയാ പല പല കളറിൽ കിട്ടുന്ന നല്ല കളറ് വെള്ളം ഉണ്ടല്ലേ. ഇത് കാണാനേ രസമുള്ളൂ, വായിക്കും വയറിനൊന്നും ഒട്ടും നല്ലതല്ല. കുറെ പഞ്ചസാരയും കുറെ എന്താ പറയാ കളറും. ഈ കളറൊക്കെ ചെന്നുമ്പോ പാവം നമ്മുടെ ലിവറിന്റെ കാര്യം പോക്കാണേ. ലിവറിന്റെ ഡ്യൂട്ടി അതിൻ്റെ കളറൊക്കെ. കളർ എന്ന് വെച്ചാൽ എന്നാ കെമിക്കൽസ് കൊണ്ടല്ലേ കളർ ഉണ്ടാക്കുന്നേ. എന്തിനാ നമ്മുടെ ശരീരത്തിൽ നാവിന്റെ കുറച്ച് സമയത്തെ രുചിക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കുന്നേ. നോർമൽ സാധാരണ വെള്ളം അല്ലെ നമ്മുടെ തുളസിയിലയോ പേരയുടെ ഇലയിട്ട വെള്ളമോ അങ്ങനെയൊക്കെ കുടിച്ചാൽ നമ്മുടെ ഹെൽത്ത് ഗുഡാണ്. നാവിനോട് പോയിട്ട് പണി നോക്കാൻ പറ. നാളെ നാവ് ഏറ്റവും അപകടകാരിയാണല്ലേ. നോക്കി, നമ്മുടെ നാവിനെ ദൈവം പിന്നെ ചുണ്ടിന്റെ ഇടയ്ക്കും പല്ലിന്റെ ഇടയ്ക്കും ഇട്ടാ സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. കാരണം എന്നാ ഏറ്റവും കുരുത്തക്കെട്ട അവനല്ലേ. ഏറ്റവും മോശം വാക്കുകളൊക്കെ പറയുന്നതും നമ്മളെ കൊണ്ട് മോശം പ്രവർത്തികൾ പിന്നെ പറയിപ്പിക്കുന്നതും മോശം വസ്തുക്കൾ നമ്മളെ കൊണ്ട് തിന്നാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ നാവിന്റെ രുചിയാണല്ലേ. അപ്പം ആ നാവിനോട് പറ, നീ അവിടെ അടങ്ങിയിരിക്കേ അല്ലേ. എന്റെ ബോഡിയാണ് എനിക്ക് പ്രധാനം. അപ്പൊ നാവിന്റെയും കണ്ണിന്റെയും രുചിയും കാഴ്ചയും ഒന്നും അല്ല, നമ്മള് ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണം. നോർമൽ വാട്ടറാണ് ഏറ്റവും നല്ലത് ബോഡിക്ക്. ഓക്കെ, എന്താ മുഹമ്മദ് ഷാനെ ഇഷ്ടപ്പെട്ടില്ലേ? മിസ് പറഞ്ഞേ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അത് അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. ഓക്കെ, വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് റെഗുലർലി ഫോർ ചെക്കപ്പ്. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്. ഷഹ്മ, വായി കൈയിടല്ലേ, ഇൻഫെക്ഷൻ ആകും. നമ്മുടെ കൈക്കുള്ളിൽ നമ്മൾ അവിടെ ഇവിടെ തൊട്ടിട്ടുണ്ടാവില്ലേ, അതിൽ ജേംസ് ഉണ്ടാവും, ബാക്ടീരിയ മൈക്രോബ്സ് ഉണ്ടാവും. അത് നമ്മൾ വായിൽ തൊടുമ്പോൾ അത് വായിലെ പല്ലിൽ വരും, ഉള്ളിൽ ചെല്ലും കേട്ടോ. നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജേംസ് ഉണ്ട്. വി കാൺ സീ ദം വിത്ത് അവർ നേക്കഡ് ഐ. മൈക്രോസ്കോപ്പ് കൊണ്ടു നോക്കിയാൽ നമ്മൾ കണ്ട പേടിച്ചു പോകും. വലിയൊരു സമുദ്രത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് അണുക്കൾ നിറഞ്ഞിരിക്കുന്നത്. അവരെ തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത്. ഓക്കെ, അത് എപ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നപ്പോൾ നമുക്ക് രോഗം വരും. ഓക്കെ, സോ ഇവിടെ ഉണ്ട് ചെക്ക് പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതോടെ തീർത്തിട്ട് റിവിഷൻ വരാമെന്നാണ് ഉദ്ദേശിച്ചത്. കിട്ടുമോ? 2 മിനിറ്റ് കൊണ്ട്? ഇല്ല, നോക്കാം. അടുത്ത നെക്സ്റ്റ് ഇസ് മൈക്രോബ്സ്. മൈക്രോബ്സ് ആർ ടൈനി ലിവിങ് തിങ്സ്. ദേ ക്യാൻ സീൻ ഓൺലി ത്രൂ മൈക്രോസ്കോപ്പ്. കണ്ടോ, മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ മക്കളെ? മൈക്രോസ്കോപ്പ് കണ്ടിട്ടില്ലാത്ത ആരാ ഉള്ളേ? മൈക്രോബ്സ് ആർ വെരി ടൈനി തിങ്സ്. വളരെ 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 ചെറിയതാണ്. ദേ ക്യാൻ ബി സീൻ ഓൺലി ത്രൂ എ മൈക്രോസ്കോപ്പ്. മൈക്രോബ്സ് ആർ ഫൗണ്ട് എവരിവെയർ. മിസ് ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ, മൈക്രോബ്സ് ആർ ഫൗണ്ട് എവരിവെയർ. ദേ ഗ്രോ റാപ്പിഡ്ലി വെനെവർ ദേ ഗെറ്റ് വാം, മോയ്സ്ചർ, ഫുഡ് ആൻഡ് എയർ. എവിടെയാണോ ആവശ്യത്തിന് ചൂടും തണുപ്പും ഭക്ഷണവും വായുവും കിട്ടുന്നത് അവിടെ അവരങ്ങ് പെട്ടെന്ന് വളരും. നിമിഷം കൊണ്ട് അവരിങ്ങനെ വളർന്നു വരും. നമ്മളൊക്കെ വളരാണെങ്കിൽ കൊല്ലങ്ങൾ എടുക്കും അല്ലേ. പക്ഷെ നമ്മുടെ മൈക്രോബ്സിന് വളരാൻ കൊല്ലങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് മതി, അവരിങ്ങനെ വികസിക്കും. ഓക്കെ, they may grow in soil, in water, inside or outside our body and in the bodies of other animals. അവരെവിടെ വളരും?
കണ്ടോ, ദേ മേ ഗ്രോ ഇൻ സോയിൽ, വാട്ടർ, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ബോഡി. നാം എവിടെ വേണേലും അവർ വളർന്നോളും. അവർക്ക് എന്ത് മതി? ഗെറ്റ് വാംത്, ചൂട്, ആൻഡ് മോയിസ്ചർ, തണുപ്പ്, ഫുഡ് ആൻഡ് എയർ. ഓക്കെ, ഇത് കിട്ടിയാൽ അവർ എവിടെ വേണേലും എന്താ നീത? എന്തിനാ കൈ ഉയർത്തിയേ? ഓക്കെ, അവർ മൗത്ത് ആൻഡ് ബ്ലഡ് പ്രൊവൈഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ സർട്ടൺ മൈക്രോബ്സ്. കണ്ടോ, അവർ നമ്മുടെ വായും നമ്മുടെ ബ്ലഡും അവർക്ക് കൃത്യം വളരാൻ പറ്റിയ സ്ഥലമാണ്. സം മൈക്രോബ്സ് കോസ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഡിസീസ് കോസിംഗ് മൈക്രോബ്സ് ആർ കോൾഡ് ജേംസ്. കണ്ടോ, എന്താണ് ജേംസ്? എന്താണ് ജേംസ്? only 1 minute left for us. Disease causing microbes are called germs. ആരോഗ്യം അസുഖം വരുത്തുന്ന അണുക്കളെയാണ് ജേംസ് എന്ന് പറയുന്നത് അല്ലേ? However, some microbes are useful. എന്നാലും ചിലരെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. Okay. Next is kinds of microbes. There are 4 main kinds of microbes. One is bacteria, then virus, protozoa, fungi. One is bacteria, virus, protozoa, fungi. Bacteria are single-celled microbes. ഒറ്റ സെല്ലേ ഉള്ളതിന് ബാക്ടീരിയ. They may be rod shape, spiral shape or round. കണ്ടോ, 3-4 ഷേപ്പിനകത്തുണ്ട് അവരുണ്ടാവും. എന്തൊക്കെയാ?